കാർത്തികയും ശേഖരനും വില്ലയുടെ മുന്നിലായി സെറ്റ് ചെയ്തിട്ടുള്ള ഗാർഡനിൽ ഇരുന്ന് സംസാരിക്കുകയാണ്. ഒപ്പം എമിയും കുഞ്ഞും ഇരുന്ന് കളിക്കുന്നുമുണ്ട്. ഒരു കോൾ വന്ന് പുറത്തേക്കിറങ്ങിയ അർജുൻ ഈ കാഴ്ച കണ്ട് ഒരു നിമിഷം കണ്ണെടുക്കാതെ ഇങ്ങനെ നോക്കി നിന്നു. ശേഖരൻ കാർത്തികയോടായി പറഞ്ഞു, നിന്റെ ചിരിയും സംസാരവും കേൾക്കുമ്പോൾ എനിക്കൊരാളുടെ മുഖമാണ് ഓർമ്മ വരുന്നത്. അതാരുടെയാണ് അങ്കിൾ? കാർത്തിക തിരക്കി. അത് അർജുൻ്റെ അമ്മയുടെ. അർജുനേട്ടൻ്റെ അമ്മയോ? അത് ദേവിക മേഡം അല്ലേ? ദേവിക മേഡം? അവളല്ല എൻ്റെ മോൻ്റെ അമ്മ. അവളവൻ്റെ രണ്ടാനമ്മയാണ്. എൻ്റെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി വന്ന് എൻ്റെ കുടുംബജീവിതം ഇല്ലാതാക്കിയവൾ അവളാണ്. അല്ലേൽ എൻ്റെ രേവു, അവൾ എന്നെ ഇട്ടിട്ട് പോകില്ലായിരുന്നു. അതും പറഞ്ഞ് ശേഖരൻ പൊട്ടിക്കരയാൻ തുടങ്ങി. എമി കാർത്തികയെ കണ്ണു കാണിച്ചു. കാർത്തിക എഴുന്നേറ്റ് വന്ന് ശേഖരൻ്റെ മുന്നിലായി മുട്ടുകുത്തിയിരുന്നു. അയ്യേ, എൻ്റെ യങ്മാൻ കരയുകയാണോ? ഞാൻ കരുതി ഇത്തിരി സ്ട്രോങ് ആയിരിക്കുമെന്നൊക്കെ. ശേഖരൻ കാർത്തികയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി. അവൾ കണ്ണുകളെടുക്കാതെ അയാളെ തന്നെ അങ്ങനെ നോക്കിയിരുന്നു. കണ്ണ് തുടയ്ക്കങ്കിൾ. കാർത്തികയുടെ കയ്യിലായി ശേഖരൻ പിടുത്തമിട്ടു. അങ്കിളല്ല, അച്ഛൻ. ഇനി മുതൽ നീ അങ്ങനെ വിളിച്ചാൽ മതി. കേട്ടല്ലോ? അയ്യോ, ഞാൻ എങ്ങനെ അങ്ങനെയൊക്കെ വിളിക്കും? ദേവിക മേഡം കേട്ടാൽ എന്നെ വെച്ചേക്കില്ല. അവളോട് പോയി പണി നോക്കാൻ പറ. നീ ഇനി എന്നെ അങ്കിളെന്ന് വിളിച്ചാലുണ്ടല്ലോ, നല്ല തല്ല് കിട്ടും. അതും പറഞ്ഞ് ശേഖരൻ തല്ലാനായി കൈ ഉയർത്തി കാണിച്ചു. പിന്നെ എന്നെ ഇപ്പോൾ അല്ല നാളെ എന്നും പറഞ്ഞ് കാർത്തിക ശേഖരൻ്റെ 4 സൈഡിലുമായി ഓടാൻ തുടങ്ങി. കാർത്തിക, ഡേ, കുഞ്ഞുറങ്ങി. ഞാൻ മോനെ കൊണ്ടുപോയി കിടത്തിയിട്ട് വരാം. അതും പറഞ്ഞ് എമി കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് കയറി. എമി വരുന്നത് കണ്ടതും അർജുൻ ലാപ്പ് മാറ്റിവെച്ചു ഉറങ്ങുന്നത് പോലെ കിടന്നു. എമി കുഞ്ഞിനെയും കൊണ്ട് പതിയെ അർജുൻ്റെ റൂമിൻ്റെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി. അവിടെ ബെഡിൽ കിടക്കുന്ന അർജുൻ്റെ മുഖത്തേക്ക് അവളൊരു നിമിഷം അങ്ങനെ നോക്കി നിന്നു. ഉറങ്ങുമ്പോൾ എൻ്റെ അജുവേട്ടനെ കാണാൻ എന്ത് ക്യൂട്ടാണ്. ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നുക. എന്ത് സുന്ദരനാണ് തൻ്റെ ചെക്കൻ. ദേ ചെക്ക, എന്നെ അല്ലാതെ വല്ല പെൺപിള്ളേരെ നോക്കിയാൽ ഉണ്ടല്ലോ, യു ആർ മൈ പ്രോപ്പർട്ടി. കേട്ടല്ലോ? ചക്കര ഉമ്മ. എൻ്റെ മോനെ കൊഞ്ചിക്കുന്ന പോലെ കൊഞ്ചിക്കാനൊക്കെ തോന്നുക. എമി പറയുന്നത് കേൾക്കെ അർജുൻ മനസ്സിലായി പറഞ്ഞു, ആ പോരട്ടെ പോരട്ടെ. ഞാൻ എൻ്റെ മുന്നിൽ വന്നു നിന്നാലോ ഇരുന്നാലോ ഇതൊന്നും നിൻ്റെ നാവിൽ നിന്ന് വരാൻ പോകുന്നില്ല. കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ കേൾക്കാമല്ലോ. മോളെ എമി, ചേട്ടൻ്റെ പേരുള്ള താലി മോടെ കഴുത്തിൽ വീഴട്ടെ. എന്നിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. കേട്ടാ? എമി അർജുനെ നോക്കിയ ശേഷം കയ്യിൽ നിന്ന് കിടന്ന് മയങ്ങുന്ന കുഞ്ഞിനെ ഒന്ന് നോക്കി. ശേഷം അർജുൻ്റെ അടുക്കലായി കുഞ്ഞിനെ കിടത്തി പതിയെ കുഞ്ഞിൻ്റെ തുടയിലായി അവൾ തട്ടിക്കൊടുത്തു. ഇപ്പോൾ എമിയുടെ അരയ്ക്ക് മുകൾ ഭാഗം അർജുൻ്റെ പുറത്തൂടെയാണ്. എൻ്റെ പെണ്ണെ, നീ എൻ്റെ കൺട്രോൾ കളയും. എമിയുടെ മുടി അർജുൻ്റെ മുഖത്തേക്ക് വീണതും അതിൽ നിന്നും വരുന്ന ഷാമ്പുവിൻ്റെയും എണ്ണയുടെയും കലർന്ന മണം അർജുൻ്റെ കൺട്രോള് പോകും വിധത്തിലാക്കി. കുഞ്ഞിനെ കിടത്തി മകനം മാറാൻ നോക്കിയതും അർജുൻ എമിയുടെ ഇടുപ്പിലായി പിടിമുറുക്കി അവനിലേക്ക് അവളെ വലിച്ചിട്ടു ഒന്നുരുണ്ടു. അവൾ അടിയിലും അർജുൻ മുകളിലുമായി ആണ് കിടക്കുന്നത്. പെണ്ണിനൊരു നിമിഷമെടുത്തു എന്താ സംഭവിച്ചതെന്നറിയാൻ. എമി കണ്ണു മേടിച്ച് അർജുനെ നോക്കി. അജുവേട്ടാ, എന്താ ഇത്? ആരെങ്കിലും വന്നാൽ എന്ത് ചെയ്യും? എവിടുന്ന്? ചെക്ക വിടുന്ന ലക്ഷണമുണ്ടോ? എല്ലാം. ഒടുവിൽ എമി ദയനീയമായി അർജുനെ നോക്കി. അവൻ താണു വന്ന് അവളുടെ കീഴ്ചുണ്ടിനെ വലിച്ച് നുണയാൻ തുടങ്ങി. എമിയിൽ നിന്നും രേങ്ങൽ പുറത്തേക്ക് വന്നു. എമി അർജുനെ തള്ളി മാറ്റാൻ ശ്രമിച്ചതും അവൻ ഒന്നുകൂടെ അവളിലേക്ക് അമർന്നു. അർജുൻ്റെ കണ്ണുകൾ അവളുടെ മുഖമാകെ അലിഞ്ഞു നടന്നു. എൻ്റെ ചുണ്ട് അവളുടെ ഇരു കണ്ണുകളിലും മൂക്കിൻ തുമ്പിലും 2 കവിളുകളിലുമായി ഒഴുകി നടന്നു. അതും കഴിഞ്ഞ് താഴേക്ക് സഞ്ചരിച്ചതും എമി അവൻ്റെ മുഖം കൈക്കുമ്പിളിലായി എടുത്തു. വേണ്ട എന്ന പോലെ തലചലിപ്പിച്ചു. പ്ലീസ്, എനിക്ക് വേണം, തടയല്ലേ. അതും പറഞ്ഞ്
അർജുൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിടുക്കിലേക്ക് പതിപ്പിച്ചു. അവിടെയായി അവനൊന്ന് പതിയെ കടിച്ചു നുണഞ്ഞു. എമി അവൻ്റെ മുടിയിൽ കോർത്തു വലിച്ചു. ആ അജുവേട്ടാ, എമി അവൻ്റെ പേര് വിളിച്ചു പുലമ്പി. അവൻ മുഖമുയർത്തി അവളെ നോക്കി. അപ്പോഴത്തെ പെണ്ണിൻ്റെ ഭാവം അവൻ്റെ സകല നിയന്ത്രണങ്ങളും പോകും വിധത്തിലായിരുന്നു. അജുവേട്ടാ, ഞാൻ പോകട്ടെ, പ്ലീസ് വിട്. അതും പറഞ്ഞ് എമി അർജുൻ്റെ മുഖത്തേക്ക് നോക്കിയതും കാണുന്നത് അവളെ കൊത്തിയും വലിക്കും പോലെയുള്ള ചെക്കൻ്റെ ഭാവമാണ്. അവൻ്റെ ആ നോട്ടത്തിന് മുന്നിൽ എമി ഒന്ന് പതറി. അവൻ അവളുടെ കഴുത്തിടുക്കിലേക്ക് മുഖം അമർത്തി കിടന്നു. അവൻ്റെ കുറ്റിത്താടിയും മുടിയും അവളുടെ കഴുത്തിനെ നോവിക്കുകയും തലോടുകയും ചെയ്തു. എമി അർജുൻ്റെ മുഖം പിടിച്ചുയർത്തി. ഞാൻ പൊയ്ക്കോട്ടെ എന്ന് കെഞ്ചി. അത് കേട്ടതും അർജുൻ അവളുടെ മേലിൽ നിന്നും എണീറ്റു. പൊയ്ക്കോ എന്നപോലെ കാണിച്ചു. അപ്പോൾ തന്നെ എമി എഴുന്നേറ്റ് പുറംതിരിഞ്ഞ് നടന്നു. ഒരു നിമിഷം എന്തോ ഓർത്ത പോലെ അവൾ അവിടെ നിന്നു. തിരിഞ്ഞു വന്ന് അവൻ്റെ ചുണ്ടിൽ അമർത്തി മുത്തി അവിടെ നിന്നും പുറത്തേക്ക് ഓടി. ആനി ജിജോയുടെ ഫോണിലേക്ക് വിളിച്ചു. ആ പറ മോളെ, ഞാനിപ്പോൾ നിന്നെ വിളിക്കാൻ ഇരിക്കുകയായിരുന്നു. ഡ്രസ്സൊക്കെ എടുത്തോ പോയി? അതാര് പറഞ്ഞു? നിൻ്റെ പപ്പയെ ഇന്ന് കവലിൽ വെച്ച് ഞാൻ കണ്ടു. അപ്പോൾ നിൻ്റെ പപ്പയാ പറഞ്ഞത്. ജിജു ചായ? ആ പറ മോളൂ, ഒന്നുകൂടെ വിളിക്ക്. എന്നാടി ഇപ്പോൾ വിളിച്ചതുപോലെ? നിനക്കെന്താ പറ്റിയത്? വിളിക്കാം. നമ്മുടെ കല്യാണം കഴിഞ്ഞ് ഇവിടേക്ക് വരുമ്പോൾ നിനക്കും എനിക്കും മാത്രം കേൾക്കത്തക്ക വിധത്തിൽ പോരെ? അത് കേട്ടതും ആനിയുടെ മുഖം നാണത്താൽ ചുവന്നു. ജിജു ചായ, എൻ്റെ ലെഹങ്ക മെറൂണാണ്. അപ്പോൾ ഇച്ചായനും അതേ കളറിലെ ഷർട്ട് എടുത്താൽ മതി കേട്ടോ. നിൻ്റെ ഇഷ്ടം അതാണേ ഓക്കെ. നാളെ അവനെയും കൊണ്ടുപോയി എടുക്കാം.